നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം പറയാൻ വരുന്നത് എൻ്റെ അത് മറന്നുപോകും. ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ കുർത്തീസ് പിന്നെ സാരീസ്. കുർത്തീസ് എന്ന് പറയുന്നത് മെജോറിറ്റി ഇന്ന് കാണിക്കുന്ന ഏകദേശം 8 ടൈപ്പ്, എത്ര ടൈപ്പാണ്? 10 ടൈപ്പോളം ഉണ്ടെന്ന് തോന്നുന്നു. അതിൽ മെജോറിറ്റി ക്രിസ്മസ് സ്പെഷ്യലാണ്. പിന്നെ ക്രിസ്മസ് അല്ലാത്തപ്പോഴും ഇടാനും കൂടെ പറ്റുന്നതും ഉണ്ട്. അങ്ങനെ ഒരു രീതിക്കുള്ള ഒരു ഇതാണ് ഇത്. നമ്മളുടെ ഇസബെല്ലയുടെ ഓൺ കുർത്തിയല്ല, ഇസബെല്ലയുടെ ഓൺ പ്രോഡക്റ്റ് അല്ല, നമ്മൾ വേറെ ഡീലറിൽ നിന്ന് വാങ്ങിക്കുന്ന. അപ്പോൾ റേറ്റ് കാര്യങ്ങളൊക്കെ ഓൺ കുർത്തികൾക്കുള്ള റേറ്റൊന്നും ആയിരിക്കത്തില്ല. നമ്മൾ വേറെ വാങ്ങിക്കുമ്പോഴേ അതറിയാലോ. റേറ്റ് അവനവന് ഇഷ്ടപ്പെടുന്നവർ വാങ്ങിക്കുക. റേറ്റ് കൂടുതലാണോ കുറവാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കുക, അത്രയും ഞാൻ പറയുന്നത്. അതിനകത്ത് വേറെ ഒന്നുമല്ല. എന്നാന്ന് വെച്ചാൽ നമ്മുടെ അല്ലാത്ത കുർത്തികളുടെ അടി വന്നേ റേറ്റ് കൂടുതലാന്ന് പറയുന്ന ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ റേറ്റ് നമ്മൾ ഒരിക്കലും കൂടുതൽ എടുക്കുന്നില്ല. നമുക്ക് കിട്ടുന്നതിനനുസരിച്ചല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നും കൊണ്ട് അത് നിങ്ങളറിയേണ്ട കാര്യമുണ്ടെന്നല്ല പറയുന്നത് കേട്ടോ. അത് ഇതാണ് കാരണം എന്ന് പറഞ്ഞാൽ. ആദ്യത്തെ കുർത്തി ഇതാണേ, അലിയക്കട്ട് കുർത്തി. നല്ല ഹാൻഡ് വർക്ക് കുർത്തിയാണ്. ഇതുണ്ടോ, ആലിയക്കട്ട്, അംബ്രല കട്ട്, എല്ലാ കട്ടും കൂടെ കൂടിയ കെട്ടാണ്. ആലിയക്കട്ട് എന്ന് പറയുമ്പോൾ തന്നെ അംബ്രല കട്ടാവുമല്ലോ. നല്ല സിമ്പിളായിട്ടുള്ള ഹാൻഡ് വർക്ക്. ഇതൊന്ന് കാണിച്ച് നന്നായിട്ട് കാണാം. പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഫുൾ സ്ലീവാണ്. നമുക്ക് നല്ല ഒന്നാന്തരം പാർട്ടി വെയർ ആയിട്ടും കൂടെ ഇടാൻ പറ്റുന്ന ഒരു കുർത്തിയാണ്. അപ്പോൾ ഏത് പാർട്ടിക്കും എവിടെ വേണമെങ്കിലും ഇടാൻ പറ്റുന്ന ഒരു കളറാണ് വൈറ്റ്, അല്ലേ? വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വേണേലും ഇടാം. ഇപ്പം സങ്കടകരമായിട്ടുള്ള കാര്യത്തിന് പോകുമ്പോഴും ഇടാം, സന്തോഷകരമായിട്ടുള്ള കാര്യത്തിന് പോകുമ്പോഴും ഇടാം. പാർട്ടിക്കാണേലും വൈറ്റ് ഇട്ടാൽ അതിനൊരു പ്രത്യേകതയാണ്. ജെൻസൊക്കെ ഒത്തിരി ആൾക്കാരും വൈറ്റ് ഫങ്ഷൻ വെയറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ഒന്നാന്തരമായിട്ട് നല്ല പെർഫെക്റ്റ് ഫിനിഷിങ്ങോടെ ചെയ്തിരിക്കുന്ന ഹാൻഡ് വർക്ക്, ഫുൾ സ്ലീവ്. സ്ലീവിൽ ലൈനിങ് ഇല്ല. പിന്നെ ബാക്കി ബോഡിക്ക് നല്ല ലൈനിങ് ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ജോർജറ്റിൻ്റെ മെറ്റീരിയലായി ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ഇതൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് സാധനമൊക്കെ. അത് വേണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയോ അഴിച്ച് കളയോ ചെയ്യുക ഈസി ആയിട്ട്. ഇത്രയാണ് ഇതിൻ്റെ ലെങ്ത്ത്. നല്ല ഫ്ലെയറും കാര്യങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. നല്ല ക്രിസ്മസിന് വൈറ്റ് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇടാം. അത് തരാമോ മറ്റേ കുർത്തി? ഇനി ഇതിൻ്റെ തന്നെ 3 കളറുണ്ട്, വൈറ്റ്, റെഡ്, ഗ്രീന്. ഇത് 3ഉം ക്രിസ്മസിൻ്റെ കളേഴ്സ് ആണല്ലോ. അപ്പോൾ ഈ വൈറ്റ് എന്ന് പറഞ്ഞാലും ഈ റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്നാന്ന് ചോദിച്ചാലേ പറയാൻ വന്നതിന് അല്ലാത്തപ്പോഴും ഇടാം. അതാ പറയാൻ വന്നത്. ക്രിസ്മസിന് മാത്രമൊന്നുമല്ല, ഇതല്ലാത്തപ്പോഴും ഇടാം. നല്ല ഒരു ഡീപ്പ് റെഡ് കളറാണ്. നല്ല റെഡാണേ. ഒരു റെഡ് തന്നെ. ഇപ്പോൾ ഒരു റെഡ് എന്ന് പറഞ്ഞൊരു കളർ എടുത്താലും അതിനകത്ത് തന്നെ നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു മാതിരി ഒരു റെഡും വരും. ഇത് നല്ല ഒരു മെറൂണിഷ് ആയിട്ടുള്ള ഒരു റെഡാണ്, നല്ല ഡീപ്പ് റെഡ്. ആർക്കും ഇഷ്ടപ്പെടുന്ന കളറാണ് ഈ റെഡാണിത്. ഇതാണ് ഇതിൻ്റെ വർക്ക്. കണ്ടോ ഫ്രണ്ടിലത്തെ വർക്ക്? അത് ഫുള്ള് ഹാൻഡ് വർക്കാണ്. മുമ്പത്തെ കുർത്തി തന്നെ ഇതുപോലെ തന്നെ ഫുൾ സ്ലീവ് എല്ലായിട്ട്. ഞാൻ പിടിച്ചേക്കുന്ന കറക്റ്റിനാണോ എന്നറിയത്തില്ല. ഇത്രയും ലെങ്ത്ത് വരും. ഒരു 47 ഇഞ്ചിന് മുകളിൽ ലെങ്ത്ത് വന്നെങ്കിലേ ഉള്ളൂ. പിന്നെ അതിൻ്റെ തന്നെ ഞാൻ ഈ കുർത്തി കാണിക്കുമ്പം അറ്റ്ലീസ്റ്റ് ഒരു കുർത്തിയെങ്കിലും ഇട്ടുകൊണ്ട് കാണിക്കണേ. പക്ഷേ അതിനുള്ള സമയം കിട്ടിയില്ല. ഒന്നാമത്. രണ്ടാമത് ഞാൻ ഇട്ടേക്കുന്നത് എൻ്റെ കഴിയും വലിയ സൈസ് കുർത്തിയാണ്. പിന്നെ ഞാൻ ഓർത്തപ്പോൾ ചൂടൊക്കെ അല്ലേ, ഇരിക്കട്ടെ എന്ന് ഓർത്തു മാറി വേറെ സൈസ് എടുക്കാൻ പോയില്ല. ഗ്രീൻ മുമ്പേലുണ്ട്. അതിൻ്റെ ഗ്രീൻ, നല്ല ബോട്ടിൽ ഗ്രീൻ കളറ്. ഈ കളർ ആർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഡീപ്പ് കളേഴ്സാണ് ഇത് വന്നിരിക്കുന്നത്. ഇതും ഫങ്ഷൻ വെയർ ആയിട്ടിടാം, ക്രിസ്മസ് വെയർ ആയിട്ടിടാം. ക്രിസ്മസിന് വൈറ്റും ബ്ലാക്കും പിന്നെ ഗ്രീൻ. എന്നൊക്കെ ഞാൻ പറയുന്നേ, വൈറ്റും ബ്ലാക്കും അല്ല, വൈറ്റും റെഡും ഗ്രീനും. ചാനലടിച്ച് പോയോ? മനുഷ്യരല്ലേ, ചില സമയത്ത് ചാനലടിച്ച് പോകല്ലേ. എൻ്റെ പൊന്നെ, ഞാൻ ഒരു കാര്യം പറയാവേ. ഞാൻ കഴിഞ്ഞ കുർത്തി ഇത് കേട്ടോ, നല്ല പഫ് സ്ലീവും കയ്യിൽ ഇത് വേണം.
നല്ല ഇതിൻ്റെ പെർഫെക്റ്റ് ഫിനിഷിംഗ് ആണ്. ഈ ഇതിനകത്ത് നമ്മൾ ഞങ്ങൾ എടുത്തു പറയുന്ന ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഫിനിഷിംഗ് ആണ് ഈ ക്രോസ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഈ എംബ്രോയ്ഡറി വർക്ക്, ക്രോസ് സ്റ്റിച്ച് അല്ല, എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിന് പറയുന്നത് ക്രിസ്മസ് ജോർജറ്റ് എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയലാണ്. നല്ല ചകത്തിട്ടേക്കുന്ന ആ ഒരു ഇച്ചിരി ഗ്ലോസി ആയിട്ടുള്ള ഇതും ബോഡിയിലും എല്ലാം കൂടി ഇങ്ങനെ ഇരിക്കും. ഇതിൽ സ്ലിറ്റഡ് ആണേ. എല്ലാത്തിനും ലൈനിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒന്നിൻ്റെ ലൈനിങ് ഒന്നും എടുത്ത് പറയുന്നില്ല. പറയേണ്ടതില്ലാത്ത കൊണ്ടാണ് ഞാൻ ഓരോന്നും എടുത്ത് പറയാത്തത്. വൈറ്റ് റെഡ് ഇതുകൊണ്ട് നല്ലതല്ലേ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത കുർത്തി ഇത് സിമ്പിൾ കുർത്തി. ഈ പറഞ്ഞ പോലെ ക്രിസ്മസിന് മാത്രമല്ല, ഇതിൻ്റെ എല്ലാം M2 XXL ആണ് സൈസ് ഉള്ളത്. സ്ലബ് സിൽക്ക് തീർത്തിരിക്കുന്ന കുർത്തിയാണ്. നെക്കയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക്. ഇത് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഇത് ഒരുപോലാണ് ഇരിക്കുന്നത് കേട്ടോ. ഒരു ബോട്ട് നെക്ക് സ്റ്റൈൽ വന്നിട്ട് ഇങ്ങനെ കയ്യേലും ആ ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, കൈ ഇതാണ്. ലൈനിങ് എന്ന് പറയുന്നത് ബോഡിക്കുണ്ട്, എവിടെയും ഇല്ലാത്ത കൈക്കില്ല. നല്ല ലെങ്ത്തൊക്കെ ഉണ്ട്. ഇതുണ്ടോ, 47-48 ഇഞ്ച് ലെങ്ത് ഉണ്ട്. സിമ്പിൾ കുർത്തിയാണ്. പക്ഷെ നമുക്ക് ഇതിനുണ്ടല്ലോ വൈറ്റ് ഇട്ടിട്ട് നല്ല, ഇപ്പം ക്രിസ്മസിനാണ് നല്ല സിൽക്കി ആയിട്ടുള്ള റെഡ് ഷോൾ ഇട്ടാൽ മതി, ആ ഒരു തീം കിട്ടും. ഫങ്ഷനൊക്കെ പോവുകയാണെങ്കിൽ അതിന് ഒത്തിരി കളറുകളുണ്ടല്ലോ വൈറ്റല്ല, അതിനനുസരിച്ച് നല്ല നമ്മുടെ കയ്യിൽ ഏതാണോ നല്ല ഷോള്, യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഇത് നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ള നല്ല ഷോള്, നല്ല സിൽക്കി ആയിട്ടുള്ള ഷോൾ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫങ്ഷൻ വെയർ, അതിന് ചേരുന്ന കമ്മലും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വൈറ്റ് അല്ലേ കളറ്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിമ്പിൾ കുർത്തിയ, റയോണിൻ്റെ മെറ്റീരിയലാണ്. ഇനൊക്കെ ചെയ്തിരിക്കുന്ന ഈ വർക്കാണ് ഇതിൻ്റെ. ഇത് നല്ല ഹാൻഡ് വർക്കാണ് ചെയ്ത്, നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്ന. ഒരു കോളർ പോലെ വന്നിട്ട് ഇങ്ങനെ. എല്ലാവർക്കും ഇപ്പോൾ ക്രിസ്മസ് ഫംഗ്ഷന് ഇപ്പോൾ ഒരു തീം കളർ പറഞ്ഞാൽ ഞാൻ പോകുമ്പോൾ എത്ര ഡിഫറെൻ്റ് ആയിട്ട് പോകാം, അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് എത്ര ഡിഫറെൻ്റ് ആക്കാം എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ചിന്ത. എനിക്ക് കുറച്ചും കൂടെ എപ്പോഴും കാണാത്തത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ നമുക്കൊരു ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതിന് കിട്ടുകയും ചെയ്യണം. അങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പം വെറൈറ്റി ആയിട്ടുള്ള ഹക്കോബയുടെ ഇല്ലേ, ഇതൊരു ഫ്രോക്ക് മോഡൽ നെറ്റിൽ ചെയ്തിരിക്കുന്ന സ്ക്വയർ നെക്ക്. ഇതുണ്ട്, സ്ക്വയർ നെക്കാണ് നെറ്റിൽ ചെയ്തിരിക്കുന്ന. കയ്യിൽ ഈ ഒരു സ്ലീവ്, ഇത് പഫ് സ്ലീവ് ഇങ്ങനെ നല്ല സ്ക്വയർ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ ഫേവററ്റ് ഒരെണ്ണമാണ് ഈ സ്ക്വയർ നെക്ക് എന്ന് പറയുന്നത്. കെട്ടുന്ന വള്ളിയൊക്കെ ബാക്കിലേക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇപ്പോൾ വരുന്ന ആലിയക്കട്ട് കുർത്തിക്ക് എല്ലാത്തിനും ഉണ്ട്, കട്ട് ചെയ്തങ്ങ് കളഞ്ഞാൽ മതി. അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് അടിച്ചാലും മതി. ഞാൻ കട്ട് ചെയ്യത്തേ ഉള്ളൂ, അടിക്കാനൊന്നും കടിക്കാൻ അത് വേണേൽ കൊടുത്ത് ഈസി ആയിട്ട് ചെയ്യിക്കാവുന്നേ ഉള്ളൂ. അതെന്ന് വെച്ചായിരിക്കും എളുപ്പമുള്ള കാര്യം. അടുത്തത് ഇപ്പോൾ ഉണ്ടല്ലോ, റെഡിഷ് മെറൂണാണ് ഉണ്ടോ. ഇത് മുഴുവൻ ഈ ചെയ്തിരിക്കുന്നത് ഹാൻഡ് വർക്ക്. ഇത് മുഴുവൻ ബീഡ്സായി ചെയ്തിരിക്കുന്ന, മുഴുവൻ ഈ വൈറ്റ് മുഴുവൻ ബീഡ്സായി. ഇതും അതെ, ഗ്ലാസ് വർക്കും പിന്നെ ബീഡ്സ് വർക്കും കണ്ടോ. ബാക്കിനൊക്കെ ഇങ്ങനെ വീനക്ക്. സൂപ്പറല്ലേ കുർത്തിയല്ലേ? സൂപ്പറല്ലേ? ആണോ? പറയണേ. അല്ലെന്ന് പറയുന്ന പറഞ്ഞാളല്ലോ കേട്ടോ. അത്രയും നല്ല കുർത്തി ഞാൻ കഷ്ടപ്പെടുന്നു, അല്ലെന്ന് പറയരുത്. ഇത് പക്ക ക്രിസ്മസ് കുർത്തി. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ സെൻറ്റർ പോർഷൻ ഇവിടെ ഇങ്ങനെ കാതേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻറ്റർ പോർഷനിൽ വൈറ്റ് കൂടെ റെഡ് കളറുള്ള ഡിസൈൻ എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയലുള്ളതാണ്. രണ്ട് സൈഡിലും റെഡും. ഞാൻ പറഞ്ഞ കറക്റ്റാണോ? അതേ മുമ്പേ ബ്ലാക്ക് എന്ന് പറഞ്ഞ പോലെയാണോ? എനിക്ക് ഇച്ചിരി കഴുത്ത് ഇവിടം വരെ കയറിയായിരിക്കുന്നത്. നമ്മുടെ ആലിയക്കട്ട് പോലെ
അല്ല, ആലിയക്കട്ടിനെ കഴിഞ്ഞ് കുറച്ചും കൂടെ കയറിയായിരിക്കുന്നത്. ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് ക്യാഷ്വൽ ലുക്കും തരും. എന്നിട്ട് കൈ ഇങ്ങനെ പഫ് സ്ലീവ്, എന്നാൽ ഒരു ഫാഷനബിൾ ആയിട്ടുള്ള ഒരു ലുക്കും തരും. അങ്ങനെയുള്ളൊരിതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന. അടിപൊളി കുറച്ച് സാരീസ് ആട്ടോ. ഇത് ബ്രാൻഡഡ് സാരിയാണ്. ലിവ എന്ന് പറയുന്ന ബ്രാൻഡഡ് സാരീസാണ്. അടിപൊളി സാരി എന്ന് പറഞ്ഞാൽ അടിപൊളി സാരി. നമ്മുടെ ചന്ദേരി സിൽക്കിൽ വരുന്ന സാരി. ഇതിന് ഫോട്ടോ ഇല്ല അല്ലേ? ഈ മോഡൽ സാരി ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇച്ചിരി കൂടെ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. ഇച്ചിരി കൂടെ ക്വാളിറ്റി കൂടിയതാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. മെറ്റീരിയലിലും വ്യത്യാസമുണ്ട്. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ക്വാളിറ്റിയിലും വ്യത്യാസമുണ്ട്. ബ്രാൻഡഡ് സാരിയാണ്. ലിവ എന്ന് പറയുന്ന, അറിയാമല്ലോ, കുർത്തിയൊക്കെ ഉണ്ടല്ലോ ലിവയുടെ എല്ലാ ഐറ്റംസും ഉണ്ട് അതിനകത്ത്. ഇതിപ്പോൾ സാരി ബ്രാൻഡഡ് സാധനം ലിവായ. അത് ബ്രൈഡായോ? അപ്പോൾ എന്തോ എനിക്ക് ഒന്നാമത് ദേഷ്യം വരുന്നുണ്ട്. മടുത്തന്നേ സത്യം പറയുക. ചുമ്മാ പറഞ്ഞ കേട്ടോ. അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ എത്ര എൻ്റെ ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരോട് സംസാരിക്കുന്നോ ആ രീതിക്കാണ് ഞാൻ ഇവിടെ വന്നു നിന്നാലും സംസാരിക്കുന്നത്. വേറൊരു മുഖംമൂടിയോ ഇവർ പറയുന്ന പോലെ പരകായ പ്രവേശമൊന്നുമില്ല. പക്ഷേ അത് പലരും ഈ ചുമ്മാ തെറ്റിത്തരി. ബിർള, അവരുടെ ബ്രാൻഡിൻ്റെ പേര് പറഞ്ഞാൽ മതി. ബിർളയുടെ പേര് പറയേണ്ട കാര്യമില്ല. അവരുടെ ബ്രാൻഡിൻ്റെ പേര് ലിവ. അതാണ് പറഞ്ഞത്. ബിർള എന്ന് പറയാൻ ഇത് കാണിക്കുക. കളിച്ചുകൊണ്ട് നിൽക്കുക എല്ലാം കൂടെ. എന്തുവാ മുന്താണി വന്നിട്ട് നല്ല കോമ്പിനേഷനാകട്ടെ. ഈ കോമ്പിനേഷൻ നമ്മൾ കണ്ടിട്ടില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല, കണ്ടിട്ടുള്ളതാണ്. ഇതൊരു 6 ആഗ് വരുന്ന ഒരു സൈസ് മുന്താണി. നല്ല ഒരു ഭംഗിയുള്ള ലുക്ക് കിട്ടുന്ന ടൈപ്പ് സാരീസ്. ഇതെല്ലാം ഇതിൻ്റെ കുറേ 9 ഡിസൈൻസ് ഉണ്ട്. 9 എണ്ണം ഇതുണ്ടോ? ഇതൊരു വെറൈറ്റി ഡിസൈനാണ്. ഇങ്ങനത്തെയൊക്കെ ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട്. എപ്പോഴും നമ്മൾ കാണുന്ന ഒരു മോഡൽ അല്ലാത്ത ഡിസൈൻസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബോർഡർ ഇങ്ങനൊരു ചെറിയ ബോർഡറാണ്. അന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ഇതും ബോർഡറാന്ന് തോന്നും. ആ ബോർഡർ സ്റ്റെപ്പായിട്ട് പോവുക. ഇവിടെ ഒരു ചെസ് ബോർഡ് പോലത്തെ ഒരു എന്താ പറയുന്നത്, അങ്ങനത്തെ ഒരു ഡിസൈൻ. താഴേക്ക് വരുമ്പം ഇങ്ങനത്തെ 6 ആഗ് ഡിസൈൻ ഉണ്ടോ. ഇതിൻ്റെ ഈ സാരിയുടെ ഏറ്റവും വലിയ നമുക്കൊരു ഗമ അല്ലെങ്കിൽ നമുക്കൊരു ലുക്ക് തരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റഫും കളർ കോമ്പിനേഷൻസുമാണ്. ഇതിപ്പോൾ നമുക്ക് ഫോർമലായിട്ട് കൊടുക്കാം, ക്യാഷ്വലായിട്ട് കൊടുക്കാം, ഒഫീഷ്യലായിട്ട് കൊടുക്കാം, ഫങ്ഷനും കൊടുക്കാം. അങ്ങനത്തെ ഒരു ഇതാണ്. നമുക്ക് കൈ കിട്ടുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇത് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം നമുക്കിത് ഫങ്ഷൻ കൊടുക്കണമെങ്കിൽ നമ്മളപ്പം അതിനിടുന്ന സാധനങ്ങൾ ഒക്കെ വ്യത്യാസപ്പെടുത്തിയിടുക. അപ്പം നല്ലതായിരിക്കും. ഇനിയിപ്പം ഓഫീസിലാണോ ഇടുന്നത്, ഒട്ടും ഓവറായി പോകത്തില്ല. നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ഒരു ചെറിയ ഇതുള്ള ദിവസങ്ങളിലൊക്കെയാണ് ഇടുന്നതെങ്കിൽ പ്രത്യേകിച്ചും ഒട്ടും ഓവറായി പോകത്തില്ല. എല്ലാം ഒരു ഗ്രാൻഡ് കുലീന ഇതിൻ്റെ ബ്ലൗസാണ്. അതിൻ്റെ ബ്ലൗസ് ശരി, അതിൻ്റെ ബ്ലൗസ് കാണിച്ചില്ലായിരുന്നു. ഇപ്പം കണ്ടില്ലേ, അതിൻ്റെ ബ്ലൗസാണ് ഇത്. അത് കാണത്തില്ലായിരുന്നോ? കൈയുടെ അറ്റത്തെ ഈ ഒരു ബോർഡറും കൂടെയുണ്ട്. മെറൂണിൻ്റെ ഫുള്ള് വരും ബ്ലൗസ്. ഇതും ബ്ലൗസ് ഇങ്ങനെ കട്ട് ചെയ്ത് വന്നേക്കുന്ന കേട്ടോ. അതങ്ങനെയാണ് അതിന് വന്നിരിക്കുന്നത്. എല്ലാത്തിനും അങ്ങനെയാണോ എന്ന് നോക്കട്ടെ, അറിയത്തില്ല. എല്ലാത്തിനും ബ്ലൗസ് താഴെ വല്ലതും പോകുന്നുണ്ടോ എന്ന് നോക്കണം. സെപ്പറേറ്റ് ആണോ? അതെ എല്ലാത്തിനും അതെ. അതൊരു കണക്കിന് നന്നായി. ഇതുണ്ടോ, ഇതിൻ്റെ മുന്താണി ഇങ്ങനെ വരും. ഉണ്ടോ, നല്ല സ്റ്റഫും നല്ല എന്നാ പറയുന്നത് ചന്തേരി സിൽക്ക്, പ്യുവർ ചന്തേരി സിൽക്ക് തന്നെ. പ്യുവർ എന്ന് പറഞ്ഞാൽ ഒരു 80% പ്യുവർ. ഏത് സാധനമാണെങ്കിലും നമ്മളിപ്പോൾ പ്യുവറാന്ന് പറഞ്ഞാൽ 100% പ്യുവറൊക്കെ ആണെങ്കിൽ നമ്മൾ 10,000 വിലയിലേക്ക് കിടക്കണം. കാഞ്ചീപുരം പോലും പ്യുവറാന്ന് പറയുന്നതിനകത്ത് പോലും പ്യുവർ ഇല്ല. ഇപ്പം പ്യുവർ കാഞ്ചീപുരത്തിനകത്ത് സിൽവറും വെള്ളിയും ഒക്കെ സിൽവറും വെള്ളിയും ഒന്നല്ലേ, സിൽവറും ഗോൾഡും ഒക്കെ ചേർക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വരുന്ന കാഞ്ചീപുരത്തിനകത്തൊന്നും പ്യുവർ സിൽവറും ഗോൾഡും ഒന്നുമില്ല. ആ രീതിക്ക് കിട്ടുന്ന പ്ലാസ്റ്റിക് നൂലാണ്. പ്ലാസ്റ്റിക്കിൻ്റെ അത് ഉരുകിപ്പോകുന്ന ഒരു സൈസ് നൂലാണ് അല്ലേ, ഉരുകിപ്പോകുന്നതെന്നല്ലേ പറയുന്നത്, അങ്ങനത്തെ നൂലാണ് ഇടുന്നത്. അതിനകത്ത് പോലും 100% പ്യൂരിറ്റി എന്ന് പറയാൻ സ്വർണ്ണത്തിനകത്തും ഇല്ല, ഇതിനകത്തും ഇല്ല. അപ്പം ഇതിനകത്ത് ഇത് ചന്തേരി സിൽക്കിൻ്റെ പ്യുവർ എന്ന് പറഞ്ഞാലും ഞാനാ പറയുന്നത് കേട്ടോ, 100% കാണത്തില്ലായിരിക്കും. എന്നാലും പക്ഷേ ആ ഒരു സിൽക്കിൻ്റെ ആ ഒരു ഫീല് നമുക്ക് നല്ലതായിട്ട് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്കിൻ്റെ നല്ല ഫീല് കിട്ടും. ഇത് കണ്ടോ, ഇത് വരും മുന്താണി. നല്ല മുന്താണിയല്ലേ. ഇത് വരും ബോഡി.
മുമ്പത്തെ ഒരു ഡിസൈനർ സാരി പോലത്തെ ആയിരുന്നു മുമ്പേ കാണിച്ചതിൻ്റെ ഒരു സംഭവങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ കളറെന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് മെറൂണാണ്, ഡാർക്ക് മെറൂൺ, വൈൻ മെറൂൺ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു മെറൂണ് കണ്ടോ. മുന്താണി വന്നിട്ട് ഇങ്ങനെ, താഴത്തെ ബോർഡർ കണ്ടോ ഇങ്ങനെ. അത് ഇപ്പുറത്ത് വെച്ച് കാണിക്കണം. അത് പ്രൈസ് ടാഗ് തന്നെയാണ്. പ്രൈസ് ടാഗ് മറിഞ്ഞിരിക്കുന്നതുകൊണ്ടേ ഇതിൻ്റെ കറക്റ്റ് അറിയത്തില്ല. കണ്ടോ താഴത്തെ ബോർഡർ ഇങ്ങനെ ഇരിക്കും. പിന്നെ ഈ സാരി കിട്ടുമ്പോൾ ഉറപ്പായിട്ട് സാരി ഫുൾ വയ്ക്കണം കേട്ടോ. സാരി ഫുൾ വെച്ചിട്ട് ഉടുക്കാവുള്ളേ, എന്നാലേ ആ സാരിക്ക് അങ്ങനെയും കൂടെ ഉടുത്താൽ 101% അടിപൊളിയായിരിക്കും. സാരി ഫുൾ വെച്ച് ഉടുത്തില്ലെങ്കിൽ 80% ഉള്ളൂ, സത്യം. ബ്ലൗസ് ഇത് ബ്ലൗസ് ഏകദേശം ഒരേ ഡിസൈൻ വ്യത്യാസം ഉണ്ടല്ലേ. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ വരും. നല്ല ആ ഒരു സ്റ്റഫ് തന്നെയുള്ള ബ്ലൗസും കാര്യങ്ങളും എല്ലാം ഇത് വരും. മുന്താണിയിലെ ഡിസൈനുമായിട്ട് സാമ്യതയുള്ള രീതിക്കാണ് ബ്ലൗസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതുണ്ടോ ലിവയുടെ ബ്രാൻഡഡ്. നല്ല സാരികളൊക്കെ ഒത്തു കിട്ടുക എന്ന് പറയുന്നത് എപ്പോഴും കിട്ടത്തില്ല. നമ്മളുടെ മനസ്സിനനുസരിച്ച് നമുക്ക്, ഞാനത് ശരിക്കും പറഞ്ഞ കേട്ടോ, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഒരു ഫംഗ്ഷനോ ഒക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, എന്നാ വിചാരം എന്നറിയോ, ഇച്ചിരൂടെ കഴിയട്ടെ, സമയം നമുക്ക് പല തിരക്കുകളുള്ളപ്പോൾ നമ്മളോർക്കും ഇച്ചിരൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവേ. ഏറ്റവും അവസാനം ഒരു ഓട്ടപ്രദർശനമാണ്. ഒരിടത്തുനിന്നും ഒന്നും കിട്ടത്തുമില്ല. അങ്ങനെ കിട്ടും. നമ്മൾ സമയം ഉണ്ടല്ലോ, ആ സമയത്തെ യൂട്ടിലൈസ് ചെയ്ത് പയ്യെ നേരത്തെ എല്ലാം റെഡിയാക്കിയൊക്കെ വെക്കുവാണെങ്കിൽ, ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇഷ്ടപ്പെട്ട മനസ്സിന് പിടിച്ച സാധനം കാണുമ്പോൾ വാങ്ങിക്കണം. അതാണ് ഞാൻ പറയുന്നത്. കണ്ടോ ഇതിൻ്റെ മുന്താണി ഇതാണ് മുന്താണി. കണ്ടോ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ബോഡി ഇങ്ങനെ. ഇവിടെ വരുമ്പോൾ ഒരു ടെമ്പിൾ ബോർഡർ വരുന്ന ടെമ്പിൾ ബോർഡർ അല്ല, ടെമ്പിൾ ഡിസൈൻ. ഇതിന് ഈ ബോർഡർ തന്നെയാണ് താഴത്തെ ബോർഡറും. എന്താണ് ഇങ്ങനെ ബ്ലൗസ് നമ്മൾ കട്ട് ചെയ്തല്ലേ ഇങ്ങനെ വരുന്ന കേട്ടോ. ഇതുണ്ടോ ബ്ലൗസ്. ഈ ഒരു ഡോട്ടുള്ള ബ്ലൗസ്. നല്ല സാരി അല്ലേ. ശരീരത്തൊക്കെ ഇടുമ്പോൾ എന്നാ ഒരു സുഖമെന്നറിയോ ബോഡിക്ക്. സാരി ഫുൾ വെച്ചിട്ട് ഉടുക്കാവുള്ളൂ. അത് നമ്മൾ സാരി എടുക്കുമ്പോഴേ ഉറപ്പിക്കണം സാരി ഫുൾ വെച്ചിട്ടേ ഉടുക്കാവുള്ളൂ എന്ന്. അങ്ങനെയും കൂടെ ഉടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റിച്ച് ക്ലാസ് ലുക്ക് തരും. ഏത് ഏജിലുള്ളവർക്ക് ഉടുക്കുകയും ചെയ്യാം. കണ്ടോ എൻ്റെ വൾബിട്ട പോലെ എനിക്ക് അല്ലേ, നമുക്കറിയാതെ എക്സ്പ്രഷൻ വന്നു അല്ലേ. ഇതുണ്ട് നല്ല മുന്താണിയല്ലേ. ഞാനിങ്ങനെ ഓരോന്നിൻ്റെ മുന്താണി ഞാൻ കണ്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല, കണ്ടു. ഇതാ പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ലോ. ഇത് കണ്ടോ ഈ ബോർഡർ ഒരു പൊടിക്കും കൂടെ വീതി കൂടി ഇങ്ങോട്ട് നോക്കിയാൽ ഇത് ഒരു വീതിയാണോ? ആണോ? ഇതിന് ഇച്ചിരി കൂടെ വീതി ഇല്ലേ? ഇല്ല. എന്നാ ഇല്ല, എനിക്ക് തോന്നുന്നു ഉണ്ടെന്ന്. ഉണ്ട്. ഇത് കണ്ടോ, ഇത് 2 ഉണ്ട്, 2 ലെയറുണ്ട്. ഇവിടെ ഒരെണ്ണമുള്ളൂ. ഈ താഴത്തേനൊരു ശകലം വീതി കൂടുതലുണ്ട് കേട്ടോ. ഇങ്ങനെ താഴത്തെ ബോർഡറിനെ കണ്ടോ ഇങ്ങനെ. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ബ്ലൗസല്ല, അഴിഞ്ഞു പോയി. ഇങ്ങോട്ട് എടുക്കുന്ന വഴി പോന്നോ, ചാടി പോകുമ്പോഴത്തേനുമേ ഇതാവും. ബുദ്ധിമുട്ട്. ഈ വർത്താനം പറയുന്ന അരോചകമായിട്ട് തോന്നുന്നുള്ളവർക്ക് ഞാൻ എപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, സ്കിപ്പ്. ആ ഒരു പുള്ളിക്കാരത്തി ഇപ്പം ഞാൻ ആദ്യത്തെ പറഞ്ഞില്ലേ, അവർ പറഞ്ഞുകൊണ്ടൊന്നും അല്ല കേട്ടോ ഞാനിത് പറയുന്നത്. അതൊന്നും ആര് വകുക്കുന്നു, ഞാൻ അങ്ങനെയൊന്നുമില്ല. നമ്മൾക്ക് എല്ലാവരോടും സ്നേഹമാണ്, എല്ലാവരെയും റെസ്പെക്റ്റാണ്. പക്ഷേ എന്ന് പറഞ്ഞ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊന്ന് ഗീവ് ആൻഡ് ടേക്ക് പോളിസി എന്ന് പറയുന്നത് കൊടുത്ത് ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ്. അപ്പോൾ കൊടുത്താലേ കിട്ടുള്ളൂ. നമ്മൾ ഇങ്ങോട്ട് തരാത്തവർക്ക് അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾ ഓർക്കുണ്ട്? മെറൂൺ കേട്ടോ, നല്ല എല്ലാം ഒരേ കളറാണ് കേട്ടോ. ഡാർക്ക് മെറൂൺ. ഡിസൈനിലാണ് ചെറിയ വ്യത്യാസമല്ല, നല്ല വ്യത്യാസങ്ങളുണ്ട് ഡിസൈൻസിൽ.
ചെറിയ നല്ല വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരുമാതിരി. മുന്താണി കാണിച്ചായിരുന്നോ? കാണിച്ചപ്പോൾ എന്നെടുക്കുമായിരുന്നു. ഞാനിവിടെ ഇട്ട് കാണിച്ചായിരുന്നു. ഞാൻ കാണിച്ചെന്നേ മുന്താണി. ബ്ലൗസ് തപ്പാൻ പോവുക. ഇതും ഇത് തന്നെ ഒരെണ്ണം കൂടെ കാണിച്ചായിരുന്നോ? കണ്ടോ? ഇത് വരും ഡിസൈൻ. ഇനി അതിൻ്റെ തന്നെ തിരിച്ച് എല്ലാം അങ്ങനെയല്ല, 2 എണ്ണം ബ്ലാക്കാണ്, ബോഡി ബ്ലാക്കാണ് വരുന്നത്. ബ്ലാക്കിൻ്റെ പ്രിയതമകളാണല്ലോ മജോറിറ്റി ലേഡീസും ഞാനും. മജോറിറ്റി ലേഡീസും പിന്നെ ഞാനും, വസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന് പറഞ്ഞ പോലെ. കണ്ടോ? ബ്ലാക്ക് മെറൂണ്. എന്നാ ഒരു ലുക്കല്ലേ? മുന്താണി കാണിക്കാം. ഇങ്ങനെ കണ്ടോ? മുന്താണിയെ ഇനി വിരിച്ച് കാണിക്കാം. കണ്ടോ? അതിൻ്റെ സ്റ്റഫ് എന്നാ ചന്ദേരി സിൽക്കിൻ്റെ ആ ഒരു നല്ല പ്യുവർ ഫീലിംഗ് കിട്ടുന്ന സ്റ്റഫെന്ന് പറഞ്ഞാൽ ചന്ദേരി സിൽക്ക് തന്നെ. അത് ആ സിൽക്കി സ്റ്റഫാണ് അതിൻ്റെ ഗുണം. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പം ഈ ഡാർക്ക് മെറൂൺ ബ്ലൗസ് വരും. ഇതൊന്നും റീസ്റ്റോക്ക് ഒന്നും കാണാൻ ചാൻസ് കുറവ് കേട്ടോ. ഈ ബ്രാൻഡഡ് ഐറ്റമൊക്കെ ആയതുകൊണ്ട് എപ്പോഴും റീസ്റ്റോക്ക് ഒന്നും വന്നെന്ന് വരികയില്ല. അയ്യോ, ആ കുർത്തി കാണിച്ചില്ല. അത് മാത്രമേ ഉള്ളൂ. ക്രിസ്മസ് കുർത്തിയെ മാത്രം കാണിച്ചു. വേറൊരു കുർത്തിയും കൂടി ഉണ്ടായിരുന്നു. ഇത് വരും മുന്താണി. കണ്ടോ? ബോഡി ഇങ്ങനെ കണ്ടോ? ഇതിൻ്റെ തന്നെ ബ്ലാക്ക് ഉണ്ടായിരുന്നല്ലേ? അല്ല, മെറൂൺ ഉണ്ടായിരുന്നല്ലേ? ബ്ലൗസ് കണ്ടോ? ഇങ്ങനെ ഡീപ്പ് ഡാർക്ക് മെറൂൺ കളറാണ്. എന്നാ സുഖമാണെന്നറിയാം. ബോഡിക്കൊക്കെ നല്ല സുഖമാണ്. നമുക്ക് ഏത് ചൂടുള്ള കാലാവസ്ഥയിലും ഒക്കെ ഇപ്പോൾ ഒരു ഫങ്ഷനൊക്കെ പോയാലും വിയർത്ത് കുളിച്ചൊന്നും നിൽക്കേണ്ടി വരികയില്ല. ഇപ്പോൾ പിന്നെ എല്ലായിടത്തും AC ഹോളും കാര്യങ്ങളൊക്കെ. അതിനകത്തൊന്നും പടമില്ലായിരുന്നു. ഇനി മാത്രമേ ഉള്ളൂ പടം. പടമെല്ലാം എടുത്ത് കസ്റ്റഡി വെച്ചിരിക്കുകയാണോ? അന്ന് കാണിച്ചു. പടം അവർ എഡിറ്റ് ചെയ്ത് കയറ്റിക്കോളാം. വലിയ പുള്ളികളാണേ. മുന്താണി ബ്ലാക്കും മെറൂണും എന്ന് പറയാൻ പറ്റും. രണ്ടും ഉള്ള കളറാണ്, രണ്ടും കൂടെ കൂടിയത്. കണ്ടോ? ഇത് വരും മുന്താണി ഇങ്ങനെ ഇരിക്കും.